നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒലിവ് ഓയിലിനെ കുറിച്ചാണ്. ഒലിവ് ഓയിൽ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഓയിൽസൊന്നും മോശമാണെന്നൊന്നും അർത്ഥമില്ല. ഒലിവ് ഓയിലിനെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പേഴ്സണലി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. കാരണം നമ്മുടെ ഏരിയയിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് കെമിക്കൽസ് കുറച്ച് കുറവ് കോക്കനട്ട് ഓയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് അതാണ്. എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഓയിൽസൊന്നും മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്. ഒലിവ് ഓയിലിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പുറത്തുള്ളവരുണ്ട്, UK യിലുള്ളവരുണ്ട്, അതുപോലെ ദുബായ്, അബുദാബി, സൗദിയിലൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം ഈ വീഡിയോ. കാരണം അവരൊക്കെ കൂടുതലും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ ഒലിവ് ഓയിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒലിവ് ഓയിലിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, ആദ്യമായിട്ട് ഒലിവ് ഓയിൽ ഒരു വെജിറ്റബിൾ ഓയിലാണ്, അതറിയാമല്ലോ അല്ലേ എല്ലാവർക്കും. ഒലിവ് ഓയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഫാറ്റി ആസിഡ്സ് 3 തരമാണ് മെയിനായിട്ടുള്ളത്. മോണോ അൺസാച്ചുറേറ്റഡ്, അതുപോലെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. അതിലേറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള ഫാറ്റി ആസിഡ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. ഈ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് ഒലിവ് ഓയിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. മനസ്സിലായോ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഒലിവ് ഓയിലിൽ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിൻ്റെയൊക്കെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻ കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ കെ നമുക്കറിയാം ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഏറ്റവും നല്ലതാണ്, അത്യാവശ്യമായിട്ടുള്ളൊരു വൈറ്റമിനാണ്. പിന്നെ അതുപോലെ ബോണിൻ്റെ ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് വൈറ്റമിൻ കെ. ഇതൊക്കെ മെയിനായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള ഒലിവ് ഓയിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റഡീസ് വന്നിട്ടുണ്ട്, പക്ഷെ അത് കൺഫേംഡ് അല്ല. സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ബ്രെയിനിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. ഒലിവ് ഓയിൽ നമ്മളുടെ ബവലിൻ്റെ ഹെൽത്തിന് നല്ലതാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കൺഫേംഡ് അല്ല. ഞാൻ ശരിക്കും ക്ലിനിക്കൽ ഡയറ്റീഷ്യനാണ്. അതുപോലെ തന്നെ BSc ക്ലിനിക്കൽ ന്യൂട്രീഷനാണ് എടുത്തിരുന്നത്, MSc ഡയറ്ററ്റിക്സ്. അപ്പോൾ 5 ഇയേഴ്സ് കോഴ്സ് തന്നെ ആയി. പിന്നെ അതുകൂടാതെ 15 ഇയേഴ്സ് 16 വർഷമായി ഇപ്പം ടോട്ടൽ ഹോസ്പിറ്റൽസിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഡയറ്ററ്റിക് അസോസിയേഷനിലെ മെമ്പറാണ്. അപ്പോൾ എപ്പോഴും സ്റ്റഡീസ് ഞങ്ങൾക്ക് മെയിലിലൊക്കെ വന്നുകൊണ്ടിരിക്കും, പുതിയ പുതിയ സ്റ്റഡീസ് വരുമ്പോഴേ. അപ്പോൾ അത് കൂടുതലായിട്ട് ഞങ്ങൾ വായിക്കുകയും കൂടുതൽ നോളജ് കിട്ടുകയും ചെയ്യുന്നു. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ വെറുതെ കുറേ കാര്യങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയ കുറേ കാര്യങ്ങളല്ല പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒലിവ് ഓയിലിൻ്റെ ഈ ടോപ്പിക്ക് ഞാനിപ്പോൾ പുതിയതായിട്ട് പറയാനായിട്ട് കാരണം. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സ്മോക്ക് പോയിൻ്റ്. ഒലിവ് ഓയിലിൻ്റെ സ്മോക്ക് പോയിൻ്റ് എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഈ സ്മോക്ക് പോയിൻ്റ്? സ്മോക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് മിക്കവർക്കും അറിയാം, പക്ഷെ അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്. ഒരു ഓയിൽ നമ്മൾ ചൂടാക്കുമ്പോൾ കുറച്ച് ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്നൊരു പുക വരും അല്ലേ. ആ പോയിൻ്റ് ആണ് സ്മോക്ക് പോയിൻ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സ്മോക്ക് പോയിൻ്റ് വരെ എത്താനായിട്ട് കാരണമാവരുത്. ഈ സ്മോക്ക് പോയിൻറ്റിലാണ് ഈ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആവുന്നത്. അപ്പോൾ ഒരിക്കലും ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആവുന്നത് നല്ലതല്ല നമ്മുടെ ബോഡിക്ക്. കാരണം ട്രാൻസ് ഫാറ്റ്സ് കൂടുതലുണ്ടാവുകയും അത് ബോഡിക്ക് ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് കരിഞ്ഞ ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓയിൽ ചിലർ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകും, അത് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേനും ആയിരിക്കും ഓയിൽ കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഓയിൽ ഡിസ്കാർഡ് ചെയ്യുക, ഒരിക്കലും അത് യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഓയിൽ ചൂസ് ചെയ്യുമ്പം ഹൈ സ്മോക്ക് പോയിൻ്റ് ഉള്ള ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഒലിവ് ഓയിലിൻ്റെ സ്മോക്ക് പോയിൻറ്റിനെ കുറിച്ച് പറയാം. 3 ടൈപ്പ് ഒലിവ് ഓയിലാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, അതുപോലെ റിഫൈൻഡ് ഒലിവ് ഓയിൽ. റിഫൈൻഡ് ഒലിവ് ഓയിലിൻ്റെ സ്മോക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് 241 സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ വെർജിൻ ഒലിവ് ഓയിലിൻ്റെ 214 സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ എക്സ്ട്രാ വെർജിൻ്റെ 160 സെൽഷ്യസ് ആണ്.
ആദ്യമൊക്കെ എല്ലാവരും ഒലിവ് ഓയിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കത്തില്ലായിരുന്നു. കാരണം എന്താ, എല്ലാ വെജിറ്റബിൾ ഓയിൽസും കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ട്രാൻസ് ഫാറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പുതിയ സ്റ്റഡീസ് അനുസരിച്ച് ഒലിവ് ഓയിലിൽ ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഫാറ്റിൻ്റെ ബ്രേക്ക് ഡൗണിനെ തടയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാറ്റ് ബ്രേക്കേജ് പെട്ടെന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒലിവ് ഓയിൽ ഒരുപാട് ഹെൽത്തിയർ ഓപ്ഷനാണ്. ചിലർ ചോദിക്കുന്ന കാണാം, വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ ഒലിവ് ഓയിൽ കുടിക്കാമോ എന്ന്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം ഓയിൽസിലൊക്കെ കാലറി എന്തായാലും ഉണ്ട്. അപ്പോൾ ഒരിക്കലും വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ ഓയിൽ കുടിക്കുകയൊന്നും വേണ്ട. അത്യാവശ്യം നമ്മുടെ കറികളിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഫ്രൈഡ് ഐറ്റംസും ഞങ്ങൾ ഡയറ്റീഷ്യൻസ് അധികം പ്രിഫർ ചെയ്യാറില്ല. പിന്നെ ഒക്കേഷണലിയൊക്കെ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, ഒക്കേഷണലിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഒലിവ് ഓയിലിനെ കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.